ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മളുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ അതുപോലെ KW ഓപ്പറേറ്റർ ഇതൊക്കെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയാണ്. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എല്ലാ ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയാണ്. KW ഓപ്പറേറ്റർ IT ഡിപ്ലോമ BTech കഴിഞ്ഞ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എനിക്ക് തോന്നുന്നത് ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ അല്ലേ? ഓക്കെ, കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ട്രേഡ്സ്മാൻ ഇൻസ്ട്രുമെന്റ് ടെക്നോളജി ഇത് എനിക്കൊന്ന് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ്. അപ്പൊ ഇതിലൊക്കെ എത്ര അപ്ലിക്കേഷൻസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. RTA പ്രകാരം കിട്ടിയ റിപ്ലൈ ആണ്. അപ്പോൾ നമുക്ക് അവിടെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് അവിടെ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടാത്തതുകൊണ്ട് നമുക്ക് അവിടെ വേണ്ടുന്നത് മാത്രം നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും ആദ്യം 613/2025 613/2025 പറയുന്നത് നമ്മളെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ആണ്. കാറ്റഗറി നമ്പർ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ആണ്. 75,093 അപ്ലിക്കൻസ് ആണ് അവിടെ വന്നിട്ടുള്ളത് കേട്ടോ. 75,093 അപ്ലിക്കേഷൻസ് അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അല്ലെ, BTech കഴിഞ്ഞ എല്ലാവർക്കും അപ്ലൈ വേണ്ടി പറ്റിയാണ്. അതേപോലെ ഡിഗ്രി ഫിസിക്സ് പഠിച്ചവർക്ക് എല്ലാവർക്കും അപ്ലൈ വേണ്ടി പറ്റിയ പോസ്റ്റാണ്. ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ വേണ്ടി പറ്റിയ പോസ്റ്റാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ. ഏകദേശം 75,093 അപ്ലിക്കൻസ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, പിന്നെ നമ്മളുടെ KW ഓപ്പറേറ്ററിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 735/2025 ആണല്ലേ, KW ഓപ്പറേറ്ററിന്റെ. അപ്പൊ KW ഓപ്പറേറ്ററിന്റെ കേസിൽ 19,335 അപ്ലിക്കൻസ് ആണുള്ളത്. 19,335 IT ഡിപ്ലോമ BTech കഴിഞ്ഞ ഇലക്ട്രിക്കൽ അതേപോലെ മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് അപ്ലൈ വേണ്ടി പറ്റിയ ഒരു പോസ്റ്റാണ് KW ഓപ്പറേറ്റർ അല്ലെ. 19,335 അപ്ലിക്കൻസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മുടെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 545 കാറ്റഗറി നമ്പർ വരുന്നത് അല്ലെ. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ 545, 6,235 അപ്ലിക്കൻസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. 6,235 അപ്ലിക്കൻസ് ആണ് അവിടെ വന്നിട്ടുള്ളത്, ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ. ഓക്കെ, പിന്നെ അവിടെ 770/2025 ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തതാണ്. സബ് എഞ്ചിനീയർ തൃശ്ശൂർ കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് 8,030 അപ്ലിക്കൻസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇത് പ്ലംബർ ആണ്. പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ ഓവർസിയർ ഗ്രേഡ് 3 സിവിലിന്റെ ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ ആണ്. പിന്നെ ഇനിയിപ്പോ അവിടെയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റഗറി നമ്പർ 886 അല്ലെ, ട്രേഡ്സ്മാൻ ഇൻസ്ട്രുമെന്റ് ടെക്നോളജി ആണ്. 886/2025. അത് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും കഴിഞ്ഞ് അവർക്ക് അപ്ലൈ വേണ്ടി പറ്റിയ പോസ്റ്റാണ്. 9,719 അപ്ലിക്കൻസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ പറയാൻ. ഇത് നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആ ഒരു ടെന്റേറ്റീവ് കലണ്ടർ പ്രകാരം മെയ് ജൂൺ ജൂലൈ കാലങ്ങളിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഓൾറെഡി അവിടെ മെയ്യിൽ ഇതിന്റെ ഒരു എക്സാം ഡേറ്റ് അവിടെ വന്നിട്ടുണ്ട്. മെയ് ഈ മാസം 20-ാം തീയതിയാണ് എക്സാം വരുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന്റെ. എനിവേ ഇത്രയേ ഉള്ളൂ, ചെറിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് നോക്കുക. ലീഗൽ മെട്രോളജി 75,000 അപ്ലിക്കൻസ് ഉണ്ട്. KW ഓപ്പറേറ്റർ 19,000. അതേപോലെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ 6,235. സബ് എഞ്ചിനീയർ തൃശ്ശൂർ കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് 8,030. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ട്രേഡ്സ്മാൻ ഇൻസ്ട്രുമെന്റ് ടെക്നോളജി 9,719. ഇങ്ങനെയാണ് അപ്ലിക്കൻസിന്റെ എണ്ണം ഉള്ളത്. അപ്പൊ നമ്മളെപ്പോഴും പറയുന്ന പോലെ അപ്ലിക്കൻസിന്റെ എണ്ണം ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക എന്നുള്ളതാണ്. കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ടെന്നില്ല നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. കൂടുതൽ വീഡിയോസ് ആയി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.